ടാലിയിൽ ഗ്രൂപ്പ് ക്രിയേഷൻ നമ്മൾ പഠിച്ചു. ലെഡ്ജർ ക്രിയേഷൻ നോക്കിയിരുന്നു. എങ്ങനെയാണ് ഡിഫറെന്റ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പോർട്ട് ജനറേഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പം നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓരോ റിപ്പോർട്ട്സും ജനറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കമ്പനി സെലക്ട് ചെയ്യുക. ഏത് കമ്പനിയുടെയാണോ റിപ്പോർട്ട് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കമ്പനി സെലക്ട് ചെയ്യുക. കമ്പനി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ റിപ്പോർട്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആദ്യം മാസ്റ്റേഴ്സ്, പിന്നെ ട്രാൻസാക്ഷൻസ്, പിന്നെ യൂട്ടിലിറ്റീസ്, അതിന് താഴെയായിട്ട് റിപ്പോർട്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണുന്നുണ്ട്. ഈ റിപ്പോർട്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, റേഷ്യോ അനാലിസിസ്, ഡിസ്പ്ലേ, ഇങ്ങനെ 4 ഓപ്ഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പം നമുക്കിതിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ വിൻഡോയിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ബാലൻസ് ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ആ റിപ്പോർട്ടിലേക്ക് പോകാം. അതല്ല ചില ഓപ്ഷൻസ്, ഇപ്പോൾ ഡിസ്പ്ലേ പോലുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറൊരു മെനു ആയിരിക്കും കിട്ടുന്നത്. ഒന്നിന്ന് വേറൊരു സബ് മെനുവിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതറിയാം, നമുക്ക് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് ബാലൻസ് ഷീറ്റിലൂടെ സാധിക്കും. ഇനി ഇതിന്റെ അകത്ത് നമുക്കിവിടെ ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞ ഏറ്റവും മുകളിലായിട്ട് ഓൾട്ട് F1 എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഡീറ്റെയിൽഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കാണാനായിട്ട് സാധിക്കും. അതൊന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സമ്മറി ആയിരിക്കും. ഇപ്പോൾ സമ്മറി അതേപോലെ തന്നെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമുക്ക് മാറി മാറി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിലുള്ള കീ ഡീറ്റെയിൽഡ് എന്ന് എഴുതിയ ഉള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഓൾട്ട് F1 എന്നുള്ള കീ കോമ്പിനേഷൻ പ്രസ് ചെയ്താലും മതി. പിന്നെ ഇതിൻ്റെ അകത്ത് പീരീഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത് പറയുന്നത് പീരീഡ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രം ടു ഡേറ്റ് ഒരു പർട്ടിക്കുലർ പീരീഡ് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പ്രത്യേകിച്ച് പീരീഡ് ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഡേറ്റ് വരെയുള്ള നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനെയും ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. പുറത്തു വരാനായിട്ട് കൺട്രോൾ ക്യൂ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ F12 കോൺഫിഗർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. F12 കോൺഫിഗറിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഏത് രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തെ ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ കോൺഫിഗർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പുറത്തേക്ക് പോരുക. ഈ വിൻഡോയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ബാക്കിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എസ്കേപ്പ് പ്രസ് ചെയ്താൽ മതി. നമ്മൾ തൊട്ട് മുന്നത്തെ ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള മെയിൻ സ്ക്രീനിലേക്ക് നമ്മൾ വരും. ഇനി അടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡീറ്റെയിൽസ് ഈ അക്കൗണ്ട്സ് വഴി കാണാനായിട്ട് പറ്റും. ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ്. പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കാണാനും പറ്റും. അതേപോലെ തന്നെ സമ്മറിയും നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് F12 എന്നുള്ള കീ പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതിന് കോൺഫിഗർ ചെയ്യാനും നമുക്ക് സാധിക്കും. അടുത്തത് റേഷ്യോ അനാലിസിസ് എന്നുള്ള റിപ്പോർട്ടാണ്. റേഷ്യോ അനാലിസിസ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ രീതിയിലുള്ളൊരു റിപ്പോർട്ടായിരിക്കും. ഇതുവഴി നമുക്ക് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഡെബിറ്റ് ഇക്വിറ്റി റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, നെറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, റിസീവബിൾ ടേൺ ഓവർ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺ ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ തുടങ്ങിയ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ഈ റിപ്പോർട്ട് വഴി കിട്ടുന്നത്. എവിടെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പീരീഡ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതിനെ കോൺഫിഗർ ചെയ്യാനും സാധിക്കും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷനാണ്. ഡിസ്പ്ലേയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇപ്പം നമ്മൾ അടുത്ത ലെവലിലേക്ക് പോയിരിക്കുകയാണ്. ഈ ലെവലിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഡിസ്പ്ലേ മെനു എന്ന് പറഞ്ഞ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ആദ്യം കിടക്കുന്ന ട്രയൽ ബാലൻസ്, ഡേ ബുക്ക്, അക്കൗണ്ട് ബുക്സ്, സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ്, ക്യാഷ് ഓർ ഫണ്ട് ഫ്ലോ, റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്, ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ്, എക്സെപ്ഷൻ റിപ്പോർട്ട്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ ഡിസ്പ്ലേ മെനു വഴി കിട്ടുന്നത്. ആദ്യം നമുക്ക് ട്രയൽ ബാലൻസ് നോക്കാം. ട്രയൽ ബാലൻസ് സ്ക്രീൻ
കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തതും അല്ലാതെ ഉള്ള അക്കൗണ്ട്സും അതിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ട്രയൽ ബാലൻസ് വഴി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇത് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പീരീഡ് വേണമെങ്കിൽ ഇവിടെ പീരീഡ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്രം ടു ഡേറ്റ് വെച്ചിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡേ ബുക്ക് ആണ്. ഡേ ബുക്ക് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വൗച്ചേഴ്സും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ലാസ്റ്റ് ഡേയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വൗച്ചേഴ്സ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പീരീഡ് വേണമെങ്കിൽ ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഓൾട്ടർ പ്ലസ് F2. ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ F2 എന്നുള്ള കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഡേറ്റിലുള്ള വൗച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമുക്കൊരു പീരീഡ് വേണമെങ്കിൽ ഫ്രം ടു ഡേറ്റ് വെച്ചിട്ട് നമുക്കൊരു ഫ്രം ടു ഡേറ്റ് വരെ പറഞ്ഞു കൊടുക്കാനായിട്ടും പറ്റും. ഇനി ഇതിൻ്റെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടും സമ്മറിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്കിവിടെ സമ്മറിയാണ് ഉള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡീറ്റെയിൽഡ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടും ഇവിടെ കിട്ടും. ഇപ്പം ഇതിൻ്റെ അകത്ത് ഓരോ വൗച്ചേഴ്സ്, അത് വൗച്ചർ ടൈപ്പ്, വൗച്ചർ നമ്പർ, ഡെബിറ്റ് ക്രെഡിറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഡേ ബുക്ക് എന്നുള്ള ഓപ്ഷൻ വഴി കിട്ടുന്നത്. അടുത്തത് അക്കൗണ്ട്സ് ബുക്ക് ആണ്. അക്കൗണ്ട്സ് ബുക്ക് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തൊട്ടടുത്ത ലെവലിൽ എത്തും. ആ ലെവലിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്നുള്ളത് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക്, ലെഡ്ജർ, ഗ്രൂപ്പ് സമ്മറി, ഗ്രൂപ്പ് വൗച്ചേഴ്സ്, സെയിൽസ് രജിസ്റ്റർ, പർച്ചേസ് രജിസ്റ്റർ, ജേർണൽ രജിസ്റ്റർ, ക്വിറ്റ്. ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്ക് അക്കൗണ്ട് ബുക്കിൽ ഉള്ളത്. ഇത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ക്യാഷ് ഓർ ബാങ്ക് ബുക്കിൽ നമുക്ക് എന്തായിരിക്കും ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിലുള്ള ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽഡ് സമ്മറി റിപ്പോർട്ട്സ് കാണാനായിട്ട് പറ്റും. ഓരോ പീരീഡ് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അടുത്ത് നമ്മൾ ലെഡ്ജർ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. ലെഡ്ജറിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലെഡ്ജർ അക്കൗണ്ടും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലെഡ്ജറിൽ നമ്മൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വൗച്ചർ കാണാനായിട്ട് പറ്റും. ഇനിയും നമുക്കിവിടെ ഒരൊറ്റ വൗച്ചറേ ഉള്ളൂ, സെയിൽസ് എന്നുള്ളത്. അതിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ വൗച്ചർ ക്രിയേഷൻ സ്ക്രീനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു ടോപ്പ് ലെവൽ ഉണ്ടാകും. അവിടുന്ന് തൊട്ട് താഴെ പോയിട്ട് നമ്മൾ ഏറ്റവും ബേസ് ലെവലിലായിട്ടുള്ള വൗച്ചർ ക്രിയേഷൻ സ്ക്രീൻ വരെ എത്താനായിട്ട് പറ്റും. ആദ്യം ലെഡ്ജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലെഡ്ജേഴ്സും നമുക്ക് കാണിക്കും. ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെഡ്ജേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും, ആ ലെഡ്ജറിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വൗച്ചേഴ്സിലേക്ക് എത്തും. വൗച്ചേഴ്സിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വൗച്ചർ ക്രിയേഷൻ സ്ക്രീനിലേക്ക് എത്തും. മുകളിൽ നിന്ന് താഴെ ഓരോ ലെവൽ താഴെയായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. അടുത്തത് ഗ്രൂപ്പ് സമ്മറി എന്നുള്ള ഓപ്ഷനാണ്. ഗ്രൂപ്പ് സമ്മറിയിൽ നമ്മൾ ടാലിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പും അല്ലാതെ ടാലിയിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള എല്ലാ ഗ്രൂപ്പ്സും ഇവിടെ കാണാനായിട്ട് പറ്റും. എല്ലാ ഗ്രൂപ്പ്സും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡിഫോൾട്ട് ആയിട്ടുള്ളതും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും ഉണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ ഗ്രൂപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സ് കാണാനായിട്ട് പറ്റും. ലെഡ്ജർ അക്കൗണ്ട്സും അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷനും നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ലെഡ്ജേഴ്സ് കാണാനായിട്ട് പറ്റും. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെഡ്ജർ സെലക്ട് ചെയ്യുവാണെങ്കിൽ അതിന് ആ ലെഡ്ജറിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വൗച്ചേഴ്സ് കാണാനായിട്ട് പറ്റും. ആ വൗച്ചർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വൗച്ചർ ക്രിയേഷൻ സ്ക്രീനിലേക്ക്, അങ്ങനെ ഓരോ ലെവൽ താഴെയായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഏപ്രിൽ ഉണ്ട്. ഏപ്രിൽ മാസം സെലക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള 2 വൗച്ചേഴ്സ് ആണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ വൗച്ചർ ക്രിയേഷൻ സ്ക്രീൻ, അങ്ങനെ ഓരോ ലെവൽ താഴെയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ഓപ്ഷനായ ഗ്രൂപ്പ് വൗച്ചേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഗ്രൂപ്പ് വൗച്ചേഴ്സ് ഗ്രൂപ്പ് സമ്മറി മുന്നേ പഠിച്ച ഗ്രൂപ്പ് സമ്മറി പോലെ തന്നെയാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്ക് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വൗച്ചർ അക്കൗണ്ട്സ് ഉണ്ടാകും. ആ അക്കൗണ്ട്സ് വഴി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വൗച്ചേഴ്സും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ വൗച്ചറിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ വൗച്ചർ ക്രിയേഷൻ സ്ക്രീനിലേക്ക് പോകും. ഗ്രൂപ്പ് സമ്മറി പോലെ തന്നെ ഗ്രൂപ്പ്
വൗച്ചേഴ്സ്, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് കീഴിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും, എല്ലാ വൗച്ചേഴ്സും നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്ത ഓപ്ഷൻ സെയിൽസ് രജിസ്റ്റർ ആണ്. സെയിൽസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ നടത്തിയിട്ടുള്ള ടോട്ടൽ സെയിൽസ് കാണാനായിട്ട് പറ്റും. ഏപ്രിൽ ആണെങ്കിൽ ഏപ്രിൽ മാസം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ സെയിൽസ് ഡീറ്റെയിൽസും കാണാനായിട്ട് പറ്റും. ഇവിടെ രാജ്, അമൽകൃഷ്ണ 2 വൗച്ചേഴ്സ് ആണുള്ളത്. അതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ് അല്ലെങ്കിൽ ആ സെയിൽസിന്റെ വൗച്ചർ ക്രിയേഷൻ സ്ക്രീനിലേക്ക് നമ്മൾ പോകും. ഇതുപോലെ തന്നെയാണ് പർച്ചേസ് രജിസ്റ്റർ. പർച്ചേസ് രജിസ്റ്റർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? പർച്ചേസ് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. ഇവിടെ ഓരോ മാസം അനുസരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏപ്രിൽ മാസമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് 3 വൗച്ചേഴ്സ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്, 4 വൗച്ചേഴ്സ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിലോരോന്ന് സെലക്ട് ചെയ്യാം. ആ വൗച്ചർ സ്ക്രീനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? വൗച്ചർ ക്രിയേഷൻ സ്ക്രീനിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. ഇതാണ് സെയിൽസ് രജിസ്റ്ററും പർച്ചേസ് രജിസ്റ്ററും. അടുത്ത ഓപ്ഷൻ ജേണൽ രജിസ്റ്റർ ആണ്. ജേണൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെവലിൽ 3 ഓപ്ഷൻസ് വേറെ ഉണ്ട്. ജേണൽ രജിസ്റ്റർ, ഡെബിറ്റ് നോട്ട് രജിസ്റ്റർ, ക്രെഡിറ്റ് നോട്ട് രജിസ്റ്റർ. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ സെയിൽസ് രജിസ്റ്റർ, പർച്ചേസ് രജിസ്റ്റർ ഒക്കെ നോക്കിയപ്പോൾ നമുക്ക് സെയിൽസ് ഡീറ്റെയിൽസും പർച്ചേസ് ഡീറ്റെയിൽസും ഒക്കെ കിട്ടിയിരുന്നു. അതേപോലെ തന്നെ ജേണൽ വൗച്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ജേണൽ രജിസ്റ്ററിൽ കിട്ടും. ഡെബിറ്റ് നോട്ട് വൗച്ചർ യൂസ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഡെബിറ്റ് നോട്ട് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ കിട്ടും. ക്രെഡിറ്റ് നോട്ട് വൗച്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ക്രെഡിറ്റ് നോട്ട് രജിസ്റ്റർ വഴി നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ജേണൽ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് വൗച്ചേഴ്സ് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ആ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. അടുത്തത് നോക്കാം. ഡെബിറ്റ് നോട്ട് രജിസ്റ്റർ ആണെങ്കിൽ ഇവിടെ ഏപ്രിൽ മാസം 2 എണ്ണം എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ വൗച്ചേഴ്സ് എന്നുള്ളതിൽ 2 എന്ന് കാണിച്ചിട്ടുണ്ട്, അതായത് 2 വൗച്ചേഴ്സ് നമ്മളവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്തിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ഇനിയും പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. ബാക്കിലേക്ക് പോരാനായിട്ട് കൺട്രോൾ ക്യൂ പ്രസ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് ക്രെഡിറ്റ് നോട്ട് രജിസ്റ്ററും. അപ്പം ഏപ്രിൽ മാസത്തിൽ നമ്മൾ 2 വൗച്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വൗച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. വൗച്ചർ ടൈപ്പ്, വൗച്ചർ നമ്പർ, എമൗണ്ട് ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അതിലൊന്നും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ലെവലിലേക്കുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും ലാസ്റ്റ് ഉള്ള വൗച്ചർ ക്രിയേഷൻ സ്ക്രീനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് അക്കൗണ്ട്സ് ബുക്കിൽ വരുന്ന ഓപ്ഷൻസ്. ഓക്കെ, തൊട്ടടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് വേറെ ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ്സും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സും. ഔട്ട്സ്റ്റാൻഡിങ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ബിൽസിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. റിസീവബിൾസ്, പേയബിൾസ്, ലെഡ്ജർ ഗ്രൂപ്പ് തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. റിസീവബിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബിൽസ് റിസീവബിൾ എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിന്റെ ഡേറ്റ്, പിന്നെ പാർട്ടി നെയിം, പെൻഡിങ് എമൗണ്ട്, ഡ്യൂ ഓൺ, ഓവർ ഡ്യൂ ഡേയ്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ബിൽസ് റിസീവബിളിൽ കിട്ടും. അതേപോലെ തന്നെയാണ് അടുത്തതും പേയബിൾസ് ആണെങ്കിൽ ബിൽസ് പേയബിൾ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സിൽ അടുത്ത് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് പിന്നെ ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ എത്ര ടൈപ്പിലുള്ള വൗച്ചേഴ്സ് ഉണ്ട്, അതിൽ എത്ര എണ്ണം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ക്രെഡിറ്റ് നോട്ട് വൗച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് 2 ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ മാസം നമുക്ക് 2 തവണ നമ്മൾ ക്രെഡിറ്റ് നോട്ട് വൗച്ചർ യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വൗച്ചർ നമ്പർ, പിന്നെ അതിൻ്റെ എമൗണ്ട് തുടങ്ങിയ ഡീറ്റെയിൽസ്. പിന്നെ അതിൽ പിന്നെയും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ വൗച്ചർ ഓൾട്ടർനേഷൻ സ്ക്രീനിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ അകത്ത് ഔട്ട്സ്റ്റാൻഡിങ്സിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ്, ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് വൗച്ചർ ടൈപ്സും പിന്നെ ഇവിടെ ആ വൗച്ചർ ടൈപ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിന്റെ എണ്ണമാണ്. ഇനി റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിൽ എത്ര ഗ്രൂപ്പ് അക്കൗണ്ട് ഉണ്ട്, എത്ര ലെഡ്ജർ അക്കൗണ്ട് ഉണ്ട്, എത്ര വൗച്ചർ ടൈപ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ കറൻസീസ് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കിട്ടുന്നത്. കറൻസീസിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു കറൻസിയേ ഉള്ളൂ, INR എന്നുള്ള ഒരു കറൻസി മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇതാണ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ്. ഇനി അടുത്ത ഓപ്ഷൻ എന്നുള്ളത് ക്യാഷ് ഓർ ഫണ്ട് ഫ്ലോ ആണ്. ക്യാഷ് ഓർ ഫണ്ട് ഫ്ലോ എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് മൂവ്മെന്റ്,
ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ട്, ഫണ്ട്സ് ഫ്ലോ ഉണ്ട്. ക്യാഷ് ഫ്ലോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്യാഷ് മൂവ്മെന്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് ക്യാഷ് മൂവ്മെന്റ് എന്നുള്ള ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. അതായത് ഇൻഫ്ലോ, ഔട്ട് ഫ്ലോ, പിന്നെ നെറ്റ് ഫ്ലോ തുടങ്ങിയ ഡീറ്റെയിൽസ് ക്യാഷ് മൂവ്മെന്റ് എന്നുള്ള ക്യാഷ് ഫ്ലോ എന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കിട്ടും. അടുത്തത് ഫണ്ട്സ് ഫ്ലോ ആണ്. ഇവിടെ ഫണ്ട്സ് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ, ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, പിന്നെ ഫണ്ട് ഫ്ലോസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ആണ്. റിസീപ്റ്റ്സ്, പേയ്മെന്റ് ഡീറ്റെയിൽസ്, ഓപ്പണിംഗ് ബാലൻസ്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻഡയറക്റ്റ് ഇൻകം തുടങ്ങിയവ റിസീപ്റ്റ്സിൽ. പിന്നെ പേയ്മെന്റ്സ് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടും നമുക്കിവിടെ കിട്ടും. ക്ലോസിംഗ് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എത്രയായിരുന്നു, ഡയറക്റ്റ് എക്സ്പെൻസ്, പർച്ചേസ് അക്കൗണ്ട്, ഫിക്സഡ് അസറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് നമുക്ക് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിൽ കിട്ടും. ഇനി അടുത്ത് വരുന്നത് ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ ഗ്രൂപ്പ് അക്കൗണ്ട്സും അതുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിന്റെയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, 28 ഗ്രൂപ്പ്സും ഉണ്ട്, നമ്മൾ 24 ലെഡ്ജേഴ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മോർ എന്നുള്ള ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ടോട്ടൽ 28 ഗ്രൂപ്പ്, 24 ലെഡ്ജേഴ്സും ആണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അടുത്തത് എക്സെപ്ഷൻ റിപ്പോർട്ട്സ് ആണ്. എക്സെപ്ഷൻ റിപ്പോർട്ട്സ് എന്നുള്ള മെനുവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ട്സ് നെഗറ്റീവ് ലെഡ്ജേഴ്സ്, ഓവർഡ്യൂ റിസീവബിൾസ്, ഓവർഡ്യൂ പേയബിൾസ്, മെമ്മോറാണ്ടം വൗച്ചേഴ്സ്, ക്യാൻസൽഡ് വൗച്ചേഴ്സ്, പോസ്റ്റ് ഡേറ്റഡ് വൗച്ചേഴ്സ്, ഇമെയിൽ ID ഇത്ര ഓപ്ഷൻസ് ആണ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് നെഗറ്റീവ് ബാലൻസ് ഉള്ള ലെഡ്ജേഴ്സിന്റെ ഡീറ്റെയിൽസ് ആദ്യത്തേൽ കിട്ടും. പിന്നെ അരിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, മെമ്മോറാണ്ടം വൗച്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. എത്ര വൗച്ചേഴ്സ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ഡേറ്റ് വൗച്ചേഴ്സ് ഏതെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് തുടങ്ങിയവയാണ് എക്സെപ്ഷൻ റിപ്പോർട്ട്സ് വഴി നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ടാലിയുടെ റിപ്പോർട്ട് ജനറേഷനെ കുറിച്ചിട്ടായിരുന്നു. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ്, അതായത് ഓരോ ലെഡ്ജേഴ്സും എന്താണ്, ട്രയൽ ബാലൻസ് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ് തുടങ്ങിയ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോയിട്ടില്ല. ടാലി വഴി നമ്മൾ ഏതൊക്കെയാണ് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്, ആ റിപ്പോർട്ട്സിന്റെ പാത്താണ് നമ്മൾ മെയിൻ ആയിട്ടും പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ നെഗറ്റീവ് ലെഡ്ജേഴ്സ് എങ്ങനെ കാണാൻ പറ്റും ടാലിയിൽ എന്ന് ചോദിക്കുവാണെങ്കിൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ അതിനുള്ള രീതിയിൽ ആൻസർ എഴുതാനായിട്ട് പഠിച്ചിരിക്കുക. അതായത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേയിൽ പോവുക, ഡിസ്പ്ലേയിൽ എക്സെപ്ഷൻ റിപ്പോർട്ടിലാണ് എന്തുള്ളത്, നെഗറ്റീവ് ലെഡ്ജേഴ്സ് ഉള്ളത്. അപ്പൊ ആ രീതിയിൽ ഓരോ ഓപ്ഷൻസും എവിടെ പോയാൽ നമുക്ക് കിട്ടും എന്നുള്ള ആ കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ടും ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതിന്റെ ബാക്കിലുള്ള തിയറി, ബാലൻസ് ഷീറ്റ് എന്താണ്, ട്രയൽ ബാലൻസ് എന്താണ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇവിടെ നോക്കുന്നില്ല. നമ്മൾ ഈ പാത്ത്, ഓരോ റിപ്പോർട്ടും എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം, അതിന്റെ പാത്ത് എന്താണെന്നുള്ള കാര്യത്തിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും പഠിച്ചു വെക്കുക, എത്ര ഓപ്ഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ടും ഗേറ്റ് വേ ഓഫ് ടാലി പോവുകയാണെങ്കിൽ അവിടെ ബാലൻസ് ഷീറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, റേഷ്യോ അനാലിസിസ് ഉണ്ട്, പിന്നെ ഡിസ്പ്ലേ ഉണ്ട്. ഇതിൽ ആദ്യത്തെ 3 നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ റിപ്പോർട്ടിലേക്ക് തന്നെ പോകും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. റേഷ്യോ അനാലിസിസും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. ഡിസ്പ്ലേയിൽ വരുമ്പോഴാണ് സബ് മെനു വരുന്നത്. ഡിസ്പ്ലേയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് വീണ്ടും കുറെ ഓപ്ഷൻസ് കിട്ടുകയാണ്. അതിൽ ട്രയൽ ബാലൻസ് ഉണ്ട്, ഡേ ബുക്ക് ഉണ്ട്, അക്കൗണ്ട് ബുക്ക് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഓർ ഫണ്ട് ഫ്ലോ ഉണ്ട്. ഇതിൽ തന്നെയും നമ്മൾ ഓരോ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലതിൽ ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ടിലേക്ക് പോകും, ചിലതിൽ പിന്നെയും നമ്മൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ടാലിയിൽ ഏതൊക്കെ റിപ്പോർട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അത് ഓരോന്നും കിട്ടണമെങ്കിൽ ഏത് പാത്ത് ഫോളോ ചെയ്യണം, ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.